രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറിന്റെ ബ്രില്യൻറ്റ് വർക്ക്, പ്രണവ് മോഹൻലാലിന്റെ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ്, അതാണ് DS ഇറ. ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ FDFS രാത്രി 9:30 കാണുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി വെർത്ത് ഇറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഓൾറെഡി അറിയാം ഈ ടൈപ്പ് ഓഫ് ഒരു ഹൊറർ ജോണറിലുള്ള മൂവീസ് എടുക്കാൻ കംപ്ലീറ്റ്ലി കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് രാഹുൽ സദാശിവൻ. ഓൾറെഡി ബ്രഹ്മയുഗം, ഭൂതകാലം തുടങ്ങിയ മൂവീസിലൂടെയൊക്കെ അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു പടമാണ് DS ഇറ. ഈ ഒരു മൂവിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന് ഡയറക്ഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന കുറച്ച് ആക്ടേഴ്സുമാണ്. വളരെ കുറച്ച് ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് ആയിരുന്നു. പ്രണവ് മോഹൻലാലിൻ്റെ ആണെങ്കിലും ഒരു ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബെഞ്ച് മാർക്ക് അദ്ദേഹം തന്നെ ബീറ്റ് ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഹൊറർ മൂവിയിൽ അത് ആ ഒരു ഷോട്ടിൽ വരുന്ന ഒരു പരിഭ്രാന്തിയും ഒരു പേടിയും ഒക്കെ അത് കറക്റ്റായിട്ട് പ്രേക്ഷകരെ കൂടി ഇൻവോൾവ് ആക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിന് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഒരു മെയിൻ ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആക്ടിങ് ഈ ഒരു സിനിമയ്ക്ക് ആപ്റ്റ് ആയിരുന്നു. കൂടാതെ ഒരു ഫീമെയിൽ ക്യാരക്ടറും ഉണ്ട്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ ആയി പോവും. ആ ഒരു മൂവി എക്സ്പീരിയൻസിനെ അത് കുറച്ച് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഫീമെയിൽ ആക്ട്രസിന്റെയും വളരെ എക്സെപ്ഷണൽ അഭിനയമായിരുന്നു. ഈ രണ്ട് ആക്ടേഴ്സിന്റെയും പെർഫോമൻസ് ആ മൂവി നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു ഹൊറർ മൂവിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ ഒരു ഹൊറർ എലമെന്റ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈവൻ സിനിമ കണ്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു ഹോണ്ടിങ് ഫീൽ ആണ് ഉണ്ടായത്. അതിന്റെ മെയിൻ റീസൺ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ വിഷ്വലൈസേഷനും ആണ്. സിനിമയിൽ എന്നെ ഇംപ്രസ് ചെയ്ത മറ്റൊരു ഫാക്ടർ, പൊതുവെ എല്ലാ ഹൊറർ മൂവീസിലും ഈ പ്രേതത്തിന് ഒരു റീസണിങ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ വിചാരിക്കുന്ന ആ ഒരു റീസണിങ്ങോ ഒരു എൻഡിങ്ങോ അല്ല സിനിമയ്ക്കുള്ളത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ, സിനിമയുടെ ഒരു റീസണിങ് ഇതായിരിക്കും, അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നത് മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക. പക്ഷെ ഫസ്റ്റ് ഹാഫിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പാത്താണ് സെക്കൻഡ് ഹാഫിൽ മൂവി ചൂസ് ചെയ്യുന്നത്. അതും കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നി. ഭൂതകാലം എന്ന സിനിമയുടെ ഒരു സിമിലർ പാറ്റേൺ പല ഭാഗങ്ങളിലും നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുമെങ്കിലും പ്രേതം എന്ന ഒരു എലമെന്റിനെ കുറച്ചുകൂടി നന്നായി ഇതിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള കുറച്ച് സീനുകളും ഈ സിനിമയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പൊതുവെ ഈ ഹൊറർ ജോണറിലുള്ള ഫിലിംസ് നമുക്ക് അത്ര റിയലിസ്റ്റിക് ആവാൻ ചാൻസ് ഇല്ല. പക്ഷേ പല ഭാഗങ്ങളിലും നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നിയാലും ഇതൊരു ആക്ച്വൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്താണ് ഈ സിനിമയുടെ ഒരു ത്രെഡ് പോയിരിക്കുന്നത്. അത് സിനിമയെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ മികച്ചതാകാനായിട്ട് സഹായിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് DS ഇറ. സിനിമ ഒരു എയറേറ്റഡ് കോണ്ടന്റ് ആണ്. ഒരു ഹൊറർ ജോണർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം അൺകംഫർട്ടബിൾ സീൻസും വയലൻസും ഒക്കെ മൂവിയിലുണ്ട്. ഒരു ചെറിയ ഇൻറ്റിമേറ്റ് സീനും ഉണ്ട്. അതുകൊണ്ട് കുട്ടികളുമായിട്ട് ഒരിക്കലും പോകാൻ സജസ്റ്റ് ചെയ്യില്ല. അല്ലാതെ നിങ്ങളൊരു ഹൊറർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും DS ഇറ. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. See you in another video. Bye bye.